അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലെ മഹത്വമേറിയ ദിക്റുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അടുത്തതായി കൊണ്ടുവരുന്ന ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന അതിമഹത്തായ ദിക്റിനെയാണ്. അല്ലാഹു തആല പടച്ച എന്തെല്ലാം ഷെറുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അത് ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും കുടുംബത്തിലൂടെയാണെങ്കിലും മക്കളിലൂടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും ഷർറായ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതിന് പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ നൽകിയതായി കാണാൻ കഴിയും. പരിശുദ്ധ ആത്മാക്കളാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, പ്രവാചകന്മാർ ഇവരുടെയൊക്കെ ആത്മാക്കളാണല്ലോ പരിശുദ്ധാത്മാക്കൾ. അവരെ കൊണ്ട് മുഴുവനും, അവരെ തവസ്സുലാക്കിയിട്ട് മുഴുവനും അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നതാണ്. ഇതൊരു സമഗ്രമായ വല്ലാത്ത ഒരു കാവൽ തേട്ടമാണ് ഈ ദിക്റിലൂടെ സാധ്യമാകുന്നത്. മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ ലഖീതു മിൻ അഖറബിൻ ലദഗത്നി അൽ ബാരിഹ. ഇന്നലെ രാത്രി എന്നെ ശക്തമായ ഒരു തേള് കുത്തിയിട്ടുണ്ട്. ഞാനതിൻ്റെ വേദന വല്ലാതെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെന്തൊരു തേളാണ്! ഒരു അത്ഭുതത്തിൻ്റെ പ്രയോഗം ഉപയോഗിച്ചിട്ടാണ് ആ മനുഷ്യൻ ഇത് അവതരിപ്പിക്കുന്നത്. മാ ലഖീതു എന്നതിലുള്ള ആ മാ എന്നത് തഅജ്ജുബിൻ്റെ, അത്ഭുതത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു കലിമത്താണ് എന്ന് പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പോൾ ഇയാൾ പറയുന്നു, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തിയിട്ടുണ്ട്. വല്ലാത്ത വേദനയും പ്രയാസവും എനിക്കതിലൂടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അമാ ഇന്നക്കലോ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. വൈകുന്നേര സമയത്ത് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയിരുന്നെങ്കിൽ ലം യളുറക, ആ തേളിൻ്റെ കുത്തേറ്റത് കാരണം നിങ്ങൾക്കൊരു പ്രയാസവും സഹിക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളത് ചൊല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്കത് സഹിക്കേണ്ടി വന്നത് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാലഹാ സലാസൻ, ഈ ദിക്ർ ഒരാൾ 3 പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ, ഹദ്ദാദ് റാത്തീബിൽ 3 പ്രാവശ്യമാണല്ലോ ഇത് ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത്, ലം യളുറഹു ശൈഉൻ, അവനെ ഒരു തരത്തിലുള്ള വസ്തുക്കളും പ്രയാസപ്പെടുത്തുകയില്ല, ബുദ്ധിമുട്ടാക്കുകയില്ല. ഇനി ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ വേറെ ഒരു ഹദീസ് കാണാം, മൻ ഖാലഹാ സലാസ മറാത്ത്, 3 പ്രാവശ്യം ഈ ദിക്ർ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ലം യളുറഹു ഹുമ്മാ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവന് പനി ബാധിക്കുകയില്ല, ശാരീരികമായി അവന് പ്രയാസങ്ങളൊന്നും സഹിക്കേണ്ടി വരികയില്ല. മഹാന്മാരായ ആളുകൾ മുഴുവനും ഇത് പതിവാക്കുന്ന ആളുകളായിരുന്നു. മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ എല്ലാ രാത്രികളിലും ഈ ദിക്ർ പതിവാക്കുന്ന ആളുകളായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരിക്ക് വിഷമുള്ള ഒരു ജന്തുവിൻ്റെ കടിയേറ്റു, ഫലം തെജിദ് ലഹ വജ്അൻ, പക്ഷേ ആ കടിയേറ്റെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വേദനയോ മറ്റു പ്രയാസങ്ങളോ ഒന്നും തരണം ചെയ്യേണ്ടി വന്നില്ല എന്ന് സഹ്ൽ റളിയല്ലാഹു അൻഹു തൻ്റെ അനുഭവം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്ർ വളരെയേറെ പവറുള്ള, അതിശക്തമായ പ്രതിരോധശേഷിയുള്ള ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വേറൊരു ഹദീസിൽ പറയുകയുണ്ടായി, ഈ ദിക്ർ ഒരാൾ വൈകുന്നേര സമയത്ത് ചൊല്ലുകയാണെങ്കിൽ
നേരം വെളുക്കുന്നത് വരെ ഒരു തരത്തിലുള്ള വസ്തുക്കളും അവനെ ബുദ്ധിമുട്ടാക്കുകയില്ല. നേരം വെളുത്ത സമയം, പ്രഭാത സമയത്തൊരാൾ ഇത് ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേര സമയം വരെയും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവൻ തരണം ചെയ്യേണ്ടി വരികയില്ല. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ, ഹദ്ദാദ് അതിൻ്റെ അക്മലായ പരിപൂർണമായ രൂപം യഥാർത്ഥത്തിൽ രാവിലെയും രാത്രിയും ചൊല്ലുക എന്നതാണല്ലോ. ഹദ്ദാദ് റാത്തീബ് പ്രഭാത സമയത്തും രാത്രിയിലും ചൊല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്ർ 3 പ്രാവശ്യം പതിവാക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹിക്കാനും താങ്ങാനും കഴിയാത്ത വേദനകളും പ്രയാസങ്ങളൊന്നും തരണം ചെയ്യേണ്ടി വരില്ല എന്നാണ് ഈ ഹദീസുകളിൽ നിന്നും അനുഭവ സംഭവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ദിക്ർ ചൊല്ലേണ്ട മറ്റു ചില സന്ദർഭങ്ങൾ കൂടെ വിശദീകരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്തയിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. മഹദിയാകുന്ന ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാകുന്ന ഖൗല റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ നസല മൻസിലൻ, ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഒരു ഭൂമിയിൽ, ഒരു സ്ഥലത്തൊരാൾ പോയി ഇറങ്ങി, സുമ്മ ഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അയാൾ എത്തിപ്പെട്ട ആ സ്ഥലത്ത് വെച്ച് ഈ ദിക്ർ അങ്ങ് അയാൾ ചൊല്ലി, എന്നാൽ ലം യളുറഹു ശൈഉൻ, ആ മനുഷ്യനെ ഒരു തരത്തിലുള്ള വസ്തുക്കളും എടങ്ങേറാക്കുകയില്ല, ബുദ്ധിമുട്ടാക്കുകയില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അയാൾ എത്തിപ്പെട്ട ആ സ്ഥലത്തിൽ നിന്ന് അയാളുടെ നാട്ടിലേക്ക്, ഉദ്ദേശ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നത് വരെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അയാൾ നേരിടേണ്ടി വരികയില്ല എന്ന് ഖൗല റളിയല്ലാഹു അൻഹ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടതായിട്ട് ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കൾക്കൊക്കെ ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എല്ലാ രാത്രികളിലും അവരെ കൊണ്ട്, മക്കളെ കൊണ്ടും പേരമക്കളെ കൊണ്ടൊക്കെ ഈ ദിക്ർ ചൊല്ലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ മക്കളിൽപ്പെട്ട ആളുകൾ തന്നെ വിശദീകരിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. അത്രയും മഹത്വമേറിയ പ്രതിഫലാർഹമായ പ്രതിരോധശേഷിയുള്ള സകല പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും വേദനകളെയും കഷ്ടപ്പാടുകളെയും എടങ്ങേറാക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ, അത് ജീവികളിൽ നിന്നുള്ള ഇടങ്ങേറാണെങ്കിലും ശരി, മനുഷ്യരിൽ നിന്നുള്ള ഇടങ്ങേറാണെങ്കിലും ശരി, സാഹിര്യങ്ങളെ സിഹിർ കൊണ്ടുണ്ടാകുന്ന ഇടങ്ങേറാണെങ്കിലും ശരി, അതുപോലെ ഐന് കണ്ണേറുമായി ബന്ധപ്പെട്ട ഇടങ്ങേറാണെങ്കിലും ശരി, പൈശാചികമായ പ്രയാസങ്ങളാണെങ്കിലും ശരി, അള്ള പടച്ച എന്തെല്ലാം ഷെറുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഈ ദിക്റിലൂടെ സാധിക്കും എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹദ്ദാദ് റാത്തീബിൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഉൾപ്പെടുത്തിയ ദിക്റുകൾ എത്ര അത്ഭുതകരമാണ്, എത്ര പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഹദ്ദാദ് റാത്തീബ് മുടങ്ങാതെ പതിവാക്കുന്നവരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിലൂടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വീടുകളിൽ നിന്ന്, നാടുകളിൽ നിന്നൊക്കെ അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.